കനത്ത മഴയിൽ റോഡ് ഒലിച്ചുപോയി. പാലിയേറ്റീവ് രോഗിയെ പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥ. തെങ്ങും വൈദ്യുതി മീറ്ററും നിന്ന് കത്തി. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. ബുധനാഴ്ച വൈകിട്ടുണ്ടായ മഴയിലും ഇടിവെട്ടിലും നഗരത്തിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. നഗരസഭയുടെ വടക്കേ അതിർത്തി പ്രദേശമായ കോതപറമ്പിൽ ഹമീദ് ഉളക്കലിന്റെ വീട്ടിലേക്കുള്ള റോഡ് ഒലിച്ചുപോയി. ഹമീദും പാലിയേറ്റീവ് രോഗിയുമായ ഭാര്യയുമാണ് വീട്ടിലുള്ളത്. ദിവസവും പാലിയേറ്റീവ് ചികിത്സയ്ക്ക് വേണ്ടി ആംബുലൻസ് വരുന്ന വഴിയാണ് മഴയിൽ ഒലിച്ചുപോയത്. NHAയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ വീടുകളിലേക്കുള്ള വഴിക്ക് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാതെ കുഴിച്ച് മണ്ണെടുത്തതാണ് വഴി ഒലിച്ചു പോകുവാൻ കാരണമായതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ആരോപിച്ചു. അതിർത്തി പ്രദേശമായ ഹമീദ് ഉളക്കൽ എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഹമീദ്ക്കയും ഭാര്യയും തീരെ സുഖമില്ലാത്ത വ്യക്തികളാണ്. ഹമീദ്ക്കയുടെ ഭാര്യ തീരെ കിടപ്പിലാണ്. അവർ പാലിയേറ്റീവ് രോഗിയാണ്. അവരെ കൊണ്ടുപോകാനും വരാനും ആംബുലൻസ് വന്നെങ്കിലേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ NHAയുടെ കാന നിർമ്മാണത്തിൻ്റെ അത് ശരിയായ രീതിയിൽ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടും വടക്കേ സൈഡ് അതിർത്തിത്തോടാണ്. അവിടെയും വലിയ കാന നിർമ്മിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പണി ശരിയായ രീതിയിൽ നടക്കാത്തതിനാൽ വലിയൊരു തോട് രൂപീകരിച്ച് അവർക്ക് പോകാനുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ NHAക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തി കാര്യങ്ങൾ ശരിയാക്കേണ്ടതാണ്. വയലാർ വാടയിൽ ക്ഷേത്ര പരിസരത്തുള്ള വട്ടപ്പറമ്പിൽ വിജയന്റെ വീട്ടിലാണ് ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. പപ്പമരവും തെങ്ങും ഇടിമിന്നലിൽ നിന്ന് കത്തി. വൈദ്യുതി മീറ്റർ ബോക്സും സ്വിച്ച് ബോർഡുകളും ഫാനും കത്തി നശിച്ചു. ഇന്നലെ വൈകിട്ട് ഒരു 6:30 ഇടിമിന്നലാണ് എല്ലാ കുളിമുറി, മറ്റേ ബെഡ്റൂം, മറ്റേ എല്ലാ സ്വിച്ച് ബോർഡും, 2 തെങ്ങ്, 4 പപ്പ ഇതെല്ലാം നശിച്ചു. പിന്നെ നെയ്ച്ചൂറ്റിൻ്റെ ബോർഡുകളെല്ലാം പോയി. ഒക്കെ തകർന്ന് ഒക്കെ പൊട്ടിച്ച് ആളുകൾ വീട്ടുകാരി അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളുണ്ടായിരുന്നു. ഞാൻ പുറത്താർന്ന്, എൻ്റെ ഭാര്യയും പുറത്താർന്നു. അവർക്കൊന്നും സംഭവിച്ചില്ല. അതെന്നെ പാട്ട്